Hello everyone, I'm Dr. Manoj Johnson, lifestyle physician, John Marion Hospital, പാല. നമ്മുടെ ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും ആവശ്യം പോലെ ഭക്ഷണങ്ങളുണ്ട്. നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇറച്ചി മീനുമായിട്ടും അതേപോലെ പച്ചക്കറികളായിട്ടും പോഷകങ്ങളായിട്ടും ആവശ്യം പോലെ ഭക്ഷണം കൂടുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ ഉള്ളത്. ഇത്രയൊക്കെ പോഷക ഭക്ഷണങ്ങൾ കഴിച്ചിട്ടും ഇത്രയൊക്കെ വയറു നിറയെ ഭക്ഷണം കഴിച്ചിട്ടും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടുകൾക്ക് യാതൊരു കുറവുമില്ല. ക്ഷീണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയും, മുടി ഒഴിച്ചിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയും, വേദനകളുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഉണ്ടെന്ന് പറയും. എന്തൊക്കെ ആരോഗ്യ പ്രശ്നം ഉണ്ടെന്ന് ചോദിക്കുന്നോ അതിനകത്ത് ഭൂരിഭാഗ പ്രശ്നങ്ങളും ഉണ്ടെന്ന് പറയുന്നൊരവസ്ഥയാണ് ഇപ്പം. കാരണം നമ്മുടെ ഈ കൺസൾട്ടേഷനിലത് ഡെയിലി നമ്മൾ കാണുന്നൊരു കാര്യമാണ്. സാമ്പത്തികമായിട്ട് വളരെ മെച്ചപ്പെട്ട രീതിയിലായിരിക്കും, നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നവരായിരിക്കും, വളരെ എല്ലാ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും, നല്ല എക്സസൈസ് ചെയ്യുന്നവരായിരിക്കും, എല്ലാം ആണെന്ന് പോലും. പക്ഷേ ഈ ബുദ്ധിമുട്ടുകളിൽ വലിയ മാറ്റങ്ങൾ വരാത്തൊരു കണ്ടീഷൻ വരുന്നുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ വരുന്നതെന്ന് പറഞ്ഞാൽ ക്ഷീണം എന്ന് പറയുന്നൊരു കണ്ടീഷൻ, മുടി ഒഴിച്ചിൽ എന്ന് പറയുന്ന കണ്ടീഷൻ, അതേപോലെ തന്നെ സ്കിന്ന് ഡ്രൈ ആകുന്നത്, അതേപോലെ തന്നെ റിപ്പീറ്റഡ് ഇൻഫെക്ഷൻസ്, കഫക്കെട്ട്, ജലദോഷം, ഉള്ളിൽ നിന്നൊരു പനി എപ്പോഴും വരുന്നത്, അതേപോലെ മറവി എപ്പോഴും അനുഭവപ്പെടുന്നത്, കോൺസെൻട്രേഷൻ അധികം കിട്ടാത്ത കണ്ടീഷന്, പിന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്സ് കൂടുതലിൻ്റെ ഭാഗമായിട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇവർ നല്ല ഭക്ഷണങ്ങളും വയറു നിറയെ ഭക്ഷണമൊക്കെ കഴിക്കുന്ന ആൾക്കാരായിരിക്കും. എന്താണ് ഇതിന് പ്രത്യേകിച്ചൊരു കാരണം നമ്മൾ തിരിച്ചറിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് എന്നു വെച്ചാൽ നമുക്ക് എന്തോ വലിയ പ്രശ്നം എന്തോ ആണ്, കാരണം ഞാൻ എല്ലാ കാര്യം ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് എനിക്കിങ്ങനെ ബുദ്ധിമുട്ട് നമ്മൾ ചിന്തിക്കായിരിക്കും. പക്ഷേ ചിലതരം പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. നമ്മളിപ്പോൾ നല്ല വയറു നിറയെ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞാലും ഭക്ഷണത്തിൽ അധികം കിട്ടാത്തൊരു പോഷകമാണ് വിറ്റമിൻ ഡി എന്ന് പറയുന്നത്. അത് ഭക്ഷണത്തിലേക്ക് കിട്ടത്തില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഭക്ഷണത്തിൽ എന്താ പറയുക, കഴിച്ച ഉടനെ നമുക്ക് ക്ഷീണം മാറുന്നത്? കാരണം മുടി കൊഴിച്ചിൽ, ക്ഷീണം, മറവി, കോൺസെൻട്രേഷൻ കിട്ടാത്ത പ്രശ്നങ്ങൾ, റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ വരുന്നത്, കാല് കടച്ചിൽ, ശരീരവേദനകൾ, ജോയിൻസിൻ്റെ തേയ്മാനം വേദനകൾ, ഈ പിന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള വൈറൽ അറ്റാക്കുകൾ, ഇതൊക്കെ ഉണ്ടെങ്കിൽ വിറ്റമിൻ ഡി കുറഞ്ഞു. അപ്പം നമ്മൾ വയറ് നിറയെ ഈ ഇറച്ചി മീനും കഴിച്ചുകൊണ്ടിരുന്നിട്ടോ ചോറ് കഴിക്കുന്നത് കൊണ്ട്, ദോശ ഇഡലി കഴിക്കുന്നത് കൊണ്ടൊന്നും വിറ്റമിൻ ഡി നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? വിറ്റമിൻ ഡിക്ക് ആകെ സൺലൈറ്റ്, സൂര്യപ്രകാശം മാത്രമേ ഉള്ളൂ. പക്ഷേ സൂര്യപ്രകാശം എന്ന് പറയുന്നത് ആരാണ് പോയിട്ട് സൂര്യപ്രകാശം? അതായത് രാവിലെ ഒരു 10 തൊട്ട് 2 മണി വരെയുള്ള നല്ല വെയിലത്താണ്. ഇപ്പോഴത്തെ ഒരു ആരോഗ്യസ്ഥിതി വെച്ചേച്ച് വയറ്റിൽ പ്രശ്നമില്ലാത്ത ആൾക്കാരില്ല, തൈറോയ്ഡ് പ്രശ്നമില്ലാത്ത ആൾക്കാരില്ല. ഇവരൊക്കെ പോയിട്ട് അവരുടെ സ്കിന്നിനൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അവർ പോയിട്ട് വെയിലത്ത് വിറ്റമിൻ ഡി കിട്ടാൻ വേണ്ടി പോയി നിന്ന് കഴിഞ്ഞാൽ സ്കിന്ന് കരിഞ്ഞു പോകുമല്ലാതെ പ്രത്യേകിച്ച് മെച്ചമൊന്നും കിട്ടത്തില്ല. സ്കിന്നിന് ഡാമേജ് കൂടുകയുള്ളൂ സൂര്യപ്രകാശത്തിൽ നിൽക്കുമ്പോൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുള്ളവർക്ക്. അപ്പോൾ എന്ത് ചെയ്യണം? സപ്ലിമെൻ്റായിട്ട് എടുക്കണം. അപ്പം സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. കാരണം അതൊക്കെ നമ്മളൊരു പരിധി കൂടുതൽ നോർമൽ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഫാറ്റി ലിവർ കണ്ടീഷൻ ഉള്ളവർ, തൈറോയ്ഡ് കണ്ടീഷൻ, വയറിൽ പ്രശ്നമുള്ള ആളുകൾ വെയിലത്ത് പോയി നിന്നു എന്ന് പറഞ്ഞാലും അതിൽ നിന്ന് ശരീരം അതിനെ വിറ്റമിൻ ഡി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഉപയോഗപ്പെടുത്താനുള്ള കപ്പാസിറ്റി ശരീരത്തിന് കാണത്തില്ല. അപ്പം നമ്മൾ ഞാൻ വെയിലത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ കാര്യമില്ല. അപ്പോൾ വിറ്റമിൻ ഡി കുറഞ്ഞാലുള്ള വരുന്ന ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് ഒരു ഡെയിലി ഡോസേജ് 1000 IU നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ വീക്ക്ലി വൺസ് ഡോസേജ് നല്ലതാണ്. എപ്പോഴും നമ്മളൊരു 60 എബോവ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക ബ്ലഡിൽ. കാരണം 30 to 100 ആണ് നോർമൽ റേഞ്ച് എങ്കിലും 60 എബോവ് മെയിൻറ്റെയിൻ ആയിക്കഴിഞ്ഞാൽ നമുക്കിനി കോവിഡ് പ്രശ്നങ്ങളിലെ തലവേദനകളില്ല, ക്ഷീണത്തിൻ്റെ പ്രശ്നങ്ങളില്ല, ജോയിൻറ്റ് പെയിൻസ്, അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകത്തില്ല. അതേപോലെ ഒരു പോഷകമാണ് വിറ്റമിൻ ഇ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ വിറ്റമിൻ ഇ ഒക്കെ കണ്ടേക്കുന്നത് എങ്ങനെയാണ്? വിറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ നമ്മൾ ഒരു ഗ്രീൻ കളർ അത് പൊട്ടിച്ച് വെച്ച് സ്കിന്നിന് വേണ്ടിയിട്ട് തൂക്കും, മുടിക്ക് വേണ്ടിയിട്ട് തൂക്കും. ശരിക്കും പറഞ്ഞാൽ ഇത് ഉള്ളിൽ കയറേണ്ട കാര്യമാണ്. ഈ ഫാറ്റി ലിവർ കണ്ടീഷൻ ഏറ്റവും നല്ലതാണ്. രക്തക്കൊഴലുകളിലെ ബ്ലോക്കേജുകൾ കാര്യങ്ങളൊക്കെ നല്ലതാണ്. അറ്റാക്ക് വരുന്ന ആളുകൾക്ക് നല്ലതാണ്. വെരിക്കോസ് കണ്ടീഷൻ ഉള്ളവർക്ക് നല്ലതാണ്. അതേപോലെ തന്നെ ലിവർ റിലേറ്റഡ് ബുദ്ധിമുട്ടുകൾക്ക് നല്ലതാണ്. ഭൂരിഭാഗം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വിറ്റമിൻ ഇ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് വിറ്റമിൻ ഇ അങ്ങനെ നമ്മൾ ഭക്ഷണത്തിൽ കൂടുതൽ കഴിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം കിട്ടാത്ത ഒരു പോഷകമായതുകൊണ്ടാണ്. അത് എന്തിനാണ് ഞാൻ ഈ സപ്ലിമെൻറ്റ്സിനെ കുറിച്ചും വിറ്റമിൻ ഇ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, മെയിനായിട്ടും നമ്മൾ ആവശ്യം പോലെ ഭക്ഷണം കഴിച്ചാലും നമുക്ക് കിട്ടാത്ത കുറേ പോഷകങ്ങളുണ്ട്. കാരണം നമ്മളിപ്പോൾ എന്താണ് കഴിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ദോശ ഇഡലിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് വിറ്റമിൻ ഇ കിട്ടുന്നത്, വിറ്റമിൻ ഡി കിട്ടുന്നത്? ഇറച്ചി മീനും കഴിച്ചാലൊന്നും ഈ വിറ്റമിൻ ഇയും ഡിയും ഒന്നും അധികം കിട്ടത്തില്ല. അപ്പോൾ അതേപോലെ പച്ചക്കറി കഴിച്ചാലൊന്നും അധികം വരുന്നില്ല. നമുക്ക് നല്ല അളവിലേക്ക് ശരീരത്തിൽ കയറിയെങ്കിലേ കാര്യമുള്ളൂ. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വിറ്റമിൻ കെ എന്ന് പറയുന്നത്, വിറ്റമിൻ K2 എന്ന് പറയുന്നത് അത് നോൺ വെജ് ഐറ്റംസിലും പച്ചക്കറികളിലുമാണ് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു കാര്യമാണ്. പക്ഷേ ആ അളവുകൾ നമ്മുടെ ശരീരത്തിൽ കയറാത്തതുകൊണ്ട് വിറ്റമിൻ K2 എന്ന് പറയുന്ന സപ്ലിമെൻറ്റ് വളരെ നല്ലതാണ്. അതേപോലെ നല്ലൊരു സപ്ലിമെൻ്റ് എന്ന് പറയുന്നത്
നമ്മുടെ മഗ്നീഷ്യമാണ്. ഈ മഗ്നീഷ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എന്താ ഒരു ജോയിൻറ്റ് പെയിൻസ് മസിൽ പെയിൻസ് എന്നൊക്കെ പറഞ്ഞു വെച്ച് ഒരു ആശുപത്രി ചെല്ലുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് തരുന്നത് എന്താ കാൽസ്യം വിറ്റമിൻ D3 കോമ്പിനേഷൻ വരുന്ന ഗുളികകളാണ്. പിന്നെ ഓസ്റ്റിയോപോറോസിസ് സ്ത്രീകൾക്ക് ഒരു 40 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരോടും കണ്ടിന്യൂസ് ആയിട്ട് എടുത്തോളാൻ പറയുന്ന ഗുളികയാണ്. സന്ധിവേദനകൾ തേയ്മാനങ്ങൾക്ക് എല്ലാവർക്കും ഇതാണ്. യൂട്രസ് റിമൂവ് ചെയ്തവർക്ക് ഇതാണ്. എല്ലാവർക്കും കോമൺ ആയിട്ട് കൊടുക്കുന്നത് കാൽസ്യം വിറ്റമിൻ D3 കോമ്പിനേഷനാണ്. പക്ഷേ ഈ കാൽസ്യം എന്ന് പറയുന്ന ഒരു പോഷകം ശരീരത്തിൽ വലിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ പോലും ഉപയോഗപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ പോലും മഗ്നീഷ്യം എന്ന് പറയുന്ന ഒരു പോഷകം ആവശ്യമാണ്. പക്ഷേ മഗ്നീഷ്യത്തിൻ്റെ കാര്യം ആരും പറയത്തു പോലുമില്ല. അപ്പം മസിൽ ക്രാംസ് മസിൽ പിടുത്തമുണ്ടോ, മസിൽസിന് വീക്ക്നെസ് ഉണ്ടോ, ജോയിൻസിന് വേദനയുണ്ടോ, തേയ്മാനമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ, അതേപോലെ എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടോ, മഗ്നീഷ്യം കുറവാണ്. അപ്പം മഗ്നീഷ്യം സിട്രേറ്റ് എന്ന് പറയുന്ന ഇതാണ് കുറച്ചുകൂടെ ബയോ അവൈലബിലിറ്റി ഉള്ള ശരീരം ഉപയോഗപ്പെടുത്തുന്ന രീതിയാണ്. മഗ്നീഷ്യത്തിന് കുറേ കോമ്പിനേഷൻ ഉണ്ട്. പക്ഷേ അതിനകത്ത് നമുക്ക് സാധാരണക്കാർക്ക് വലിയ പൈസ ചിലവില്ലാതെ കിട്ടുന്ന ഒരു സപ്ലിമെൻ്റാണ് മഗ്നീഷ്യം സിട്രേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കാൽസ്യം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതൂടെ എടുത്തെങ്കിൽ മാത്രമേ അതിന് മെച്ചം കിട്ടത്തുള്ളൂ. പിന്നെയുള്ളൊരു പോഷകമാണ് ഈ പോഷകങ്ങളൊക്കെ ഞാൻ എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നൊരു പോഷകങ്ങളായതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, സപ്ലിമെൻറ്റ്സ് ആണ്. പിന്നെയുള്ളതാണ് omega-3. നമുക്ക് ക്ഷീണം അനുഭവപ്പെടുന്നത് എപ്പോഴും ക്ഷീണമാണ്. നമുക്കൊരു താല്പര്യമില്ല, രാവിലെ എഴുന്നേക്കാനുള്ള ബുദ്ധിമുട്ട്, ഉച്ച കഴിഞ്ഞിട്ടാകുമ്പോഴത്തേനും പിന്നെയും ക്ഷീണം വരുന്നത്, അതേപോലെ തന്നെ കാലുകടച്ചിലുണ്ടാകുന്നത്, മസിൽ പിടുത്തങ്ങളുണ്ടാകുന്നത്, കാലിങ്ങനെ കോച്ചിപ്പിടുത്തം എന്ന് പറയുന്നില്ല, ഇങ്ങനെ കാല് വിരലുകളൊക്കെ വളഞ്ഞു പോകുന്ന ബുദ്ധിമുട്ടുകൾ വരുന്നത്, വേദനകൾ അനുഭവപ്പെടുന്നത്, അതേപോലെ നീർക്കെട്ടിൻ്റെ പ്രശ്നങ്ങൾ, ഇതിന് ഭൂരിഭാഗം കാര്യങ്ങൾക്കും, അതേപോലെ ഉറക്കം കുറവ് വരുന്ന കണ്ടീഷന്, അല്ലെങ്കിൽ ഉറക്കം വല്ലാതെ കൂടുതൽ എപ്പോഴും ഉറങ്ങണമെന്നൊരു തോന്നൽ വരുന്നത്, കോൺസെൻട്രേഷൻ കിട്ടാതെ, ഇതൊക്കെ omega-3 ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ നമ്മൾ omega-3 എന്ന് പറയുന്നത് 1000 mg ഡോസേജിലാണ് നമ്മൾ രാവിലെ വൈകിട്ടുമായിട്ട് എടുക്കാനായിട്ട് പറയുന്നത്. ഏറ്റവും നല്ലത് ഇതൊക്കെയെന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണം അല്ലാതെ നമ്മൾ ശരീരത്തിലേക്ക് സപ്ലൈ ചെയ്യേണ്ട കുറച്ച് മെയിനായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രോബയോട്ടിക്സും പ്രീബയോട്ടിക്സും ആണ്. ഭൂരിഭാഗം ആളുകളും കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാം കഴിക്കുന്നുണ്ട്. പക്ഷേ ശരീരത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നുണ്ടോ? അതില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നല്ല നല്ല ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞാൽ നമ്മളെ കാണുമ്പോൾ ഒരുമാതിരി വെളറിയായിരിക്കുന്നത്, അയൺ കണ്ടന്റ് ഇല്ല, HB ഇല്ല. നോക്കുമ്പോൾ എന്നാ ഇത് കൂടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കഴിക്കുന്നുണ്ട്. നമ്മൾ നല്ല രീതിയിലുള്ള ഇലക്കറികൾ കഴിക്കുന്നു, ബീഫിൻ്റെ കരൾ കഴിക്കുന്നു, മട്ടൻ്റെ കരൾ കഴിക്കുന്നു, കറുത്ത എള്ള് കഴിക്കുന്നു, കറുത്ത മുന്തിരി കഴിക്കുന്നു. ഇതെല്ലാം HB ലെവലും അയൺ കണ്ടന്റ് കൂടാനായിട്ട് സാധനം എല്ലാം കഴിച്ചു എന്ന് പറഞ്ഞാലും ശരീരത്തിൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കാണത്തുമില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഗട്ട് ഡിസ്ബയോസിസ് ആണ്. കുടലിൽ നിന്ന് പോഷകങ്ങൾ വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി കുറവുള്ളതുകൊണ്ട് അതിനെന്ത് ചെയ്യണം? പ്രോബയോട്ടിക്സും പ്രീബയോട്ടിക്സുമാണ് സപ്ലൈ ചെയ്യുന്നത്. നാച്ചുറലായിട്ട് നമുക്ക് തൈര്, പഴങ്കഞ്ഞി അങ്ങനത്തെ ഭക്ഷണങ്ങളിലൊക്കെയാണ് പ്രോബയോട്ടിക്സ് വരുന്നത്. പ്രീബയോട്ടിക് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ പറയുന്ന കസ്കസിലുള്ള വഴുവഴുപ്പ് എന്ന് പറയുന്നത് നമ്മൾ ജ്യൂസിലൊക്കെ ഇടുന്നത് നല്ലതാണ്. വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പ് അതും പ്രീബയോട്ടിക്കാണ്. സവോള നല്ലതാണ്, തക്കാളി നല്ലതാണ്. കുറേ വാഴക്കൂമ്പ്, വാഴച്ചുണ്ടെന്ന് പറയും, നമ്മുടെ അത് ഏറ്റവും നല്ലതാണ്. ഇങ്ങനത്തെ കുറേ പ്രീബയോട്ടിക്സ് ഉണ്ട്. ഈ കോമ്പിനേഷൻ സപ്ലൈ ചെയ്യണം. അല്ലാതെ നമ്മളെപ്പോഴും ഈ പറയുന്ന പോലെ ആൽഫാമും ബാർബിക്യും മാത്രം കഴിച്ചുകൊണ്ടിരുന്നാലൊന്നും പോഷകം കിട്ടത്തില്ല. ഈ കഴിച്ച സാധനം ശരീരത്തിൽ മെച്ചപ്പെടണമെന്നുണ്ടെങ്കിൽ കുടലിനകത്ത് നല്ല ബാക്ടീരിയ ഉണ്ട്. അതുകൊണ്ട് പ്രോബയോട്ടിക്സ്, പ്രീബയോട്ടിക് ഇത് ഇടയ്ക്കിടയ്ക്ക് ശരീരത്തിലേക്ക് സപ്ലൈ ചെയ്യുന്നത് ഏറ്റവും അത്യാവശ്യമാണ്. പിന്നെ വളരെ നിർബന്ധമായിട്ടും അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഭൂരിഭാഗം ആൾക്കാർക്ക് എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഞാൻ കണ്ടേക്കുന്നത് തൈറോയ്ഡ് റിലേറ്റഡ് പ്രശ്നങ്ങളാണ് വളരെ കോമൺ ആയിട്ട് വരുന്നത്. ഈ കോമൺ ആയിട്ട് തൈറോയ്ഡ് റിലേറ്റഡ് പ്രശ്നം വരാൻ കാരണമെന്ന് പറയുന്നത് വിറ്റമിൻ D അവരുടെ ലോ ആയിരിക്കും, അയൺ കണ്ടൻറ്റ് ലോ ആയിരിക്കും, ഫെറിറ്റിൻ ലോ ആയിരിക്കും. അപ്പം നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം തൈറോയ്ഡ് ആൻറ്റിബോഡീസ് നമ്മുടെ ശരീരത്തിൽ കൂടുന്നു, അല്ലെങ്കിൽ മുടി കൊഴിച്ചിട്ട് കൂടുന്നു, ക്ഷീണം കൂടുന്നു, വേദനകൾ കൂടുന്നു, ആകെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ കണ്ടൻറ്റ് കുറവായിരിക്കും. അപ്പോഴാണ് നമ്മൾ അയൺ റിലേറ്റഡ് ആയിട്ടുള്ള സപ്ലിമെൻ്റ് എടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഒരു ശരീരത്തിൽ നമുക്ക് ആവശ്യമുള്ള സപ്ലിമെൻറ്റുകൾ ഏതൊക്കെയാണ് പോഷകങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ നോർമലായിട്ടുള്ള എത്ര ഭക്ഷണം ശ്രദ്ധിച്ച് കഴിച്ചു എന്ന് പറഞ്ഞാലും കിട്ടാത്തതും പൊതുവേ നമ്മൾ സപ്ലിമെൻ്റായിട്ട് എടുക്കേണ്ട കുറച്ച് പോഷകങ്ങളിൽ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്ത് ഞാൻ കഴിക്കുന്ന പോഷകങ്ങളാണ് ഞാൻ ഈ ലിസ്റ്റ് പറഞ്ഞത്. വിറ്റമിൻ D, വിറ്റമിൻ E, വിറ്റമിൻ K2, അതേപോലെ തന്നെ കാൽസ്യത്തിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കരുതുന്നത്, ഞാൻ കാൽസ്യം കഴിക്കാറില്ല, പക്ഷേ ഞാൻ കൂടുതൽ കഴിക്കുന്നത് മഗ്നീഷ്യമാണ്. കാരണം കാൽസ്യം നമുക്കിപ്പോൾ തൈര്, വെണ്ണ, നെയ്യ്, അതേപോലെ തന്നെ റാഗി, അതേപോലെ തന്നെ മീൻ, ഇറച്ചി,
ഈ പറയുന്ന പല ഇലക്കറികളിൽ പല സാധനങ്ങളിലും നമുക്ക് കാൽസ്യം കിട്ടുന്നുണ്ട്. മുട്ടയുടെ വെള്ളയ്ക്കകത്ത് ഫുൾ കാൽസ്യമാണ്. ഇതെല്ലാം ശരീരത്തെ ഉപയോഗപ്പെടുത്താനായിട്ട് മെഗ്നീഷ്യം ആവശ്യമാണ്. അതുകൊണ്ടാണ് മെഗ്നീഷ്യം ക്ലിയർ ആയിട്ട് പറഞ്ഞത്. അയൺ കണ്ടന്റ് വളരെ ആവശ്യമാണ്. ഞാനത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അയൺ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട്, പക്ഷേ ഞാൻ എൻ്റെ മുമ്പിൽ വരുന്ന ഭൂരിഭാഗം ആൾക്കാരോടും ഞാൻ പറഞ്ഞത്, ചിലർ പറയാറുണ്ട് എൻ്റെ HB ലെവൽ കുഴപ്പമില്ല, 12 ഉണ്ട് 13 ഉണ്ടെന്നൊക്കെ പറയും. പക്ഷേ അവരെ കണ്ടാൽ വളരെയായിരിക്കുന്നത്. അപ്പോൾ അവരെ നമ്മൾ അയനും ഫെറിറ്റിനും ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ അത് ഭയങ്കര ലോ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ മുടി കൊഴിച്ചിലും ക്ഷീണവും പ്രശ്നങ്ങളും തൈറോയ്ഡ് ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നത്. അപ്പോൾ അതറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ അയൺ കണ്ടന്റ് നമ്മുടെ ശരീരത്തിലേക്ക് ഭക്ഷണത്തിലൂടെ നമുക്ക് കിട്ടുന്നില്ല, എടുത്തിട്ടും കാര്യമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പ്രോബയോട്ടിക് പ്രീബയോട്ടിക് സപ്ലൈ ചെയ്ത് വെച്ച് അയൺ സപ്ലിമെൻറ്റൂടെ എടുക്കുമ്പോഴാണ് ആ മെച്ചം കിട്ടുന്നത്. കാൽസ്യം എടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിർബന്ധമായിട്ടും കാൽസ്യത്തിനെക്കാട്ടിലും നിർബന്ധമായിട്ട് ശരീരത്തിന് ആവശ്യം വിറ്റമിൻ ഡിയും മെഗ്നീഷ്യവുമാണ്. അപ്പോൾ ഈ കോമ്പിനേഷൻ omega-3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും പോഷകങ്ങൾ ഒരു ശരീരത്തിൽ നമ്മളിപ്പം ഉൾപ്പെടുത്തി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഏത് സപ്ലിമെൻ്റ് എടുക്കാം, നോർമലായിട്ട് ഒരു വ്യക്തിക്ക് ഏതൊക്കെ സപ്ലിമെൻ്റ് എടുക്കാം. ഞാൻ സ്ഥിരമായിട്ട് കമൻറ്റിൽ കാണുന്ന ഒരു കാര്യമാണ്. എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ നോർമലായിട്ടുള്ള ഒരാളാണ്, എന്നാലും എനിക്ക് കുറച്ച് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഏത് സപ്ലിമെൻ്റ് എടുക്കാം എന്ന് ചോദിക്കുന്നതിനകത്തുള്ള ലിസ്റ്റുകളാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ വെറും ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ടിരുന്നാലൊന്നും നമുക്ക് പോഷകങ്ങൾ അധികം കിട്ടത്തില്ല. അതിന് ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളോട് ആഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഹെൽത്ത് ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ അവകാശപ്പെടുകയുള്ളൂ, ഞാൻ നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്, വയറുനിറയെ കഴിക്കുന്നുണ്ട്, എന്നിട്ടും എനിക്ക് ക്ഷീണമാണ് പ്രയാസമാണെന്ന് പറയാം എന്നുള്ളതല്ലാതെ വേണ്ടുന്ന കാര്യങ്ങൾ ഹൈ ഡോസേജിൽ ശരീരത്തിൽ കിട്ടിയെങ്കിൽ കാര്യമുള്ളൂ. അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോഷകം കൂടെ അത് വിട്ടുപോയി, വിറ്റമിൻ സി ആണ്. അത് നമ്മൾ സപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കുന്ന ലൈപ്പോസോമൽ സി എന്ന് പറയും. അതായത് വെറുതെ നമ്മൾ ഈ വിറ്റമിൻ സിയുടെ പൊടിയൊന്നും കഴിച്ചാലൊന്നും കാര്യമില്ല. അത് സിന്തറ്റിക് ആണ്, ആർട്ടിഫിഷ്യലാണ്. അതിനെക്കാട്ടിലും വിറ്റമിൻ സിയുടെ ലൈപ്പോസോമൽ വിറ്റമിൻ സി എന്ന് പറയുന്നത് എടുക്കുമ്പോഴാണ് നമുക്ക് പോഷകം കിട്ടും. ഇല്ലെങ്കിൽ അത്ര അളവിൽ നമ്മൾ പഴങ്ങളും ഇതൊക്കെ പുളിയുള്ള പഴങ്ങളൊക്കെ കഴിച്ചെങ്കിലാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ, ഈ മോണയിൽ ബ്ലീഡിങ് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ, ക്ഷീണം വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ, ശരീരത്തിന് നല്ലൊരു ഇമ്മ്യൂണിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ വിറ്റമിൻ സി നല്ലതാണ്. അതേപോലെ ഒരെണ്ണമാണ് കുർക്കുമിൻ, മഞ്ഞളിൻ്റെ ഒരു എക്സ്ട്രാക്റ്റ് ഉണ്ട്, അതിനാണ് കുർക്കുമിൻ എന്ന് പറയുന്നത്. അതും ലൈപ്പോസോമൽ കുർക്കുമിനാണ് ഏറ്റവും നല്ലത്. ലൈപ്പോസോമൽ എന്ന് പറയുന്നത് ശരീരത്തിൽ കയറിയാൽ ബയോ അവൈലബിലിറ്റി, നമ്മുടെ ശരീരം വലിച്ചെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫോമാണ് ഈ ലൈപ്പോസോമൽ എന്ന് പറയുന്ന ഇത്. അത് ഏത് രീതിയിലാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇത്രയും പോഷകങ്ങൾ നമ്മുടെ നോർമൽ ലൈഫ് സ്റ്റൈലിൽ ഉൾപ്പെടുത്തി കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ ശരീരത്തിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത്, ആരോഗ്യത്തെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരാം. ബൈ.